ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ കുറേ ഇല്ല ഒരു കുക്കിംഗ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്നൊരു ബീഫിൻ്റെ റെസിപ്പിയാണ് കേട്ടോ, ബീഫ് വിന്താലു. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ബീഫ് വിന്താലു ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് തന്നെ എടുത്തിരിക്കണം കേട്ടോ. ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 4 ഏലക്ക, 4 ഗ്രാമ്പു, 2 കഷ്ണം പട്ട, 1.5 ടേബിൾ സ്പൂണ് വലിയ ജീരകം, 1.5 ടേബിൾ സ്പൂണ് കുരുമുളക്. പിന്നെ നമുക്ക് വേണ്ടത് 1.5 ടേബിൾ സ്പൂണ് കടുകാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ 2 ടേബിൾ സ്പൂണ് വിനിഗർ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 സവാള നല്ല നൈസായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പില, 5 അല്ലി വെളുത്തുള്ളി, 5 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി നമുക്ക് ആദ്യം നമ്മൾ കാണിച്ച സ്പൈസസ് ഒന്ന് വറുത്തെടുക്കണം. ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കുക. നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക. ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കടുകും കൂടി ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വറുത്തെടുക്കുക. നല്ല അങ്ങനെ മൂത്ത് വരാതെ നോക്കണം. അത്യാവശ്യത്തിന് വറുത്തെടുക്കുക. അപ്പോൾ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണത്. ഞാൻ അതവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്, നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എടുത്തു വെച്ചിട്ടുള്ള വിനിഗർ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. നമുക്കിതിലേക്ക് വെള്ളം വേണമെങ്കിൽ ചേർത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല ഫൈനായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒക്കെ നല്ല തണുത്ത് ഉറച്ച് കട്ടയായിരിക്കണം കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ടൊന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പിലൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിലിട്ടിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ഒരു പാകമായിട്ടുണ്ട് ഇപ്പോൾ. ഇനി നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ബീഫിൻ്റെ അളവിനനുസരിച്ചുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കൂടുതൽ ബീഫ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. കൂടുതൽ ടൈമൊന്നും എടുക്കില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് ആ മിക്സിയുടെ ചെറിയ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ, ഓരോ കുക്കറിൻ്റെ ലെവലനുസരിച്ചാണ്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കുക. ഒരു 4-5 വിസിൽ വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ചെറിയ കുക്കർ എനിക്ക് പണി തന്നു കേട്ടോ. ഞാനിത് വേറെ കുക്കറിലേക്ക് മാറ്റിയിട്ടാണിത് ഉണ്ടാക്കിയെടുത്തത്. ആ ചെറിയ കുക്കർ വിസിലടിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് മാറ്റിയപ്പോൾ 4 വിസിലിന് ശേഷം സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ബീഫ് വിന്താലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഗ്രേവി ടൈപ്പായിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത്രയും ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. കൂടുതൽ കറി പോലെ ആക്കിയെടുക്കരുത്. നല്ല തിക്ക് ഗ്രേവി ആ ഒരു പരുവത്തിലാണ് കേട്ടോ വേണ്ടത്. ഒന്നുകൂടി ചൂടാറി കഴിഞ്ഞാൽ ഒന്നുകൂടിയും തിക്കായിട്ട് വരും. അപ്പോൾ ഇത് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെ ഒക്കെ ഒപ്പം ബെസ്റ്റാണ് കേട്ടോ അത്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.